പകൽ മുഴുവൻ കത്തുന്ന വെയിൽ എങ്കിലും കാണികൾക്ക് കുറവില്ല. മത്സരങ്ങൾ കാണാൻ രാത്രി വൈകിയും കാണികൾ കലോത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. ആ കാഴ്ചകളിലേക്കാണ് ഇനി. കലകളെ ഹൃദയത്തോട് ചേർക്കുന്ന തൃശ്ശൂരിന് കലോത്സവവും പൂരക്കാലം. ഉച്ചവെയിൽ വകവയ്ക്കാതെ മത്സരങ്ങൾ കാണാൻ നിരവധി പേരെത്തി. സംഘനൃത്തവും ഒപ്പനയും ദഫുമുട്ടും മിമിക്രിയും എന്നുവേണ്ട മത്സര ഇനങ്ങളെല്ലാം കാണാൻ കാണികൾ ഒഴുകിയെത്തി. തൃശ്ശൂർക്കാർക്കൊരു പൂരം വീണ്ടും വന്നു. ഏപ്രിൽ മാസമാണ് പൂരം വരിക. അതിനേക്കാളേറെ ഒരു വലിയൊരു കലാപൂരം തന്നെയാണ്. ഞങ്ങൾക്കിവിടെ അടുത്തായത് കാരണം രാവും പകലും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് ഇരുന്നാലും എത്ര സമയം വേണേലും ഇരിക്കാം. വേദികൾ സജീവമായപ്പോൾ തേക്കിൻകാട് മൈതാനം നിറഞ്ഞു കവിഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് ഡേ അല്ലേ ഇന്ന് ഇങ്ങനെ, പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ ആൾക്കാർ അറിഞ്ഞു വരും. അറിയാലോ ഓൾറെഡി കലോത്സവല്ലേ. എല്ലാ സ്റ്റേജിലും നിറയെ ആളാ. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഞാൻ കോട്ടയാണ്, ആദ്യമായിട്ടാണ് കാണുന്നത് സ്റ്റേറ്റ് കലോത്സവം. അടിപൊളിയുണ്ട്. തൃശ്ശൂർക്കാരെല്ലാത്തിനും വളരെ പോസിറ്റീവായിട്ട്, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എല്ലാത്തിനും ഉള്ളത്. ഇതിപ്പോൾ നിങ്ങൾ എല്ലാ സ്റ്റേജിലും ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്ന് ഉറപ്പാണ്. അതാണ് തൃശ്ശൂർ. രാത്രി വൈകിയും മത്സരങ്ങൾ തുടർന്നപ്പോഴും സദസ് നിറയെ കാണികൾ. സംഘനൃത്തം നടക്കുന്ന വേദി ഒന്നിൽ രാത്രി ഒരുപാട് വൈകിട്ടും ഒരുപാട് പേര് കാണികൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. സംഘനൃത്തത്തിൻ്റെ പ്രമേയത്തിനും വളരെ വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു. മനോഹരമായ കാഴ്ചയാണ്. തൃശ്ശൂർക്കാരുടെ കലയോടുള്ള ആ ഒരു സ്നേഹം, തൃശ്ശൂർക്കാർ അതിഥികളെ സ്വീകരിക്കുന്ന വിധം, എല്ലാവരും കാണികളും എല്ലാം ഒരുമിച്ചിരുന്ന് ഇപ്പോഴും ക്ഷമയോടെ ഈ കലാപരിപാടികളെല്ലാം, സംഘനൃത്തത്തിൻ്റെ മത്സരങ്ങളെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേദി ഒന്ന് സൂര്യകാന്തിയിൽ നിന്ന് ക്യാമറമാൻ രാഹുൽ സുദേവിനൊപ്പം സ്മിത ഹരിദാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.